ഡൽഹിയിൽ സമരം നടത്തുന്ന കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ ശക്തമായ നീക്കം നടത്തുകയാണ് അമിത്ഷാ. അതായത് NSA ചുമത്താൻ പോലീസിന് അനുമതി കൊടുത്തു. അപ്പോൾ ഈ അനുമതിയോട് കൂടിയിട്ട് ഇനിയിപ്പം ഈ ദേശീയ സുരക്ഷയോ ക്രമത്തിനോ ഭീഷണിയാണെന്ന് സംശയിക്കുന്ന വ്യക്തികളെ ഔദ്യോഗിക ക്രിമിനൽ കുറ്റങ്ങളില്ലാതെ ഡൽഹി പോലീസിന് കസ്റ്റഡിയിലെടുക്കാൻ സാധിക്കും. ശരിയാണ്, നല്ലൊരു തീരുമാനമാണ് അമിത്ഷാ എടുത്തിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. ഭയം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. കാരണം ഇവിടുത്തെ ചെറുപ്പക്കാരെ എത്രത്തോളം ഭരണകൂടം ഭയക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്നത്. NSA, നാഷണൽ സെക്യൂരിറ്റി ആക്ട്. ഇത് എന്തുകൊണ്ട് ഇത് ചുമത്തപ്പെടുന്നു? അങ്ങനെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ ഇവർ രാജ്യദ്രോഹികളാണോ? ശരിക്കും നമ്മൾ ഉയർത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്നതാണ്. നമ്മളെ ഉദ്ദേശിക്കുന്ന പോലെ ഇവര് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണോ? എനിക്ക് തോന്നുന്നില്ല രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന്. അവരെന്തിനാണ് സമരം ചെയ്യുന്നത്? അതല്ലേ ശരിക്കും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി CJPയുടെ നേതൃത്വത്തിൽ ഇത്രയും ചെറുപ്പക്കാർ അവിടെ എന്തിന് സമരം ചെയ്യുന്നു? ഇതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവരുമായി വിശദമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുകയോ എന്തൊക്കെയാണ് അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ആവശ്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാനോ അതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളിലേക്ക് പോകാനോ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അവര് പറയുന്നത് എന്താ? ഈ ക്രമക്കേടിന് കാരണക്കാരൻ ആരാണ്? ആ കാരണക്കാരൻ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം രാജിവെക്കുക. ആ രാജിവെച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് അല്ലെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവൻ വെടിഞ്ഞിട്ടുള്ള ആ കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മൂവ് ചെയ്യുക. എത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണ് പറയുന്നത്, എത്ര ലളിതമായ കാര്യമാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ ഇത്രയും നാൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു സമരത്തെ അക്രമോത്സുകമാക്കിയത് മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടി അതിനകത്തേക്ക് കടന്നു കയറിയ ആൾക്കാർ തന്നെയാണ്. പോലീസിന്റെ വേഷധാരികളായ ഗുണ്ടകളെ അഴിച്ചു വിട്ടുകൊണ്ടാണ് ആ സാധാരണക്കാർ ആ കുട്ടികളെ അടിച്ചമർത്താൻ വേണ്ടി അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്ത് നീചത്തരമാണ് കാണിക്കുന്നത്? എന്നിട്ടാണ് അവരെ നാഷണൽ സെക്യൂരിറ്റി ആക്ട് ഉപയോഗിച്ചുകൊണ്ട് 12 മാസം, ജൂൺ 19 മുതലുള്ള കണക്കുകൾ പ്രകാരം ഏകദേശം ഒക്ടോബർ മാസം വരെയുള്ള ഇതിലേക്ക് 12 മാസത്തോളം അവരെ ജയിലിലടക്കാൻ തീരുമാനം എടുക്കാന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ജീവിക്കാൻ കഴിയുക? അവര് ചോദ്യം ചെയ്ത് ഇവര് ആരും പാകിസ്ഥാനി നാളെ കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ വർഗീയ കലാപത്തിന് അവർ ശ്രമിച്ചിട്ടില്ല. ഇവിടുത്തെ രാജ്യത്തെ ഭരണകൂട വ്യവസ്ഥിതിക്കെതിരെ ഇവിടെ ഒരു സിവിൽ വാർ ഇവിടെ അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് അവർ പറയുന്ന ആവശ്യം? അവരാവശ്യപ്പെടുന്നത് ഇവിടുത്തെ പ്രധാനമന്ത്രി മാറണമെന്നല്ല അവർ ആവശ്യപ്പെടുന്നത്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കഴിവുകേടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ള ആവശ്യമല്ല അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ഇപ്പോഴും BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പൊ BJP എന്തിനാ അത് ശ്രമിക്കുന്നത്? BJPയുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നീറ്റ് പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായ ക്രമക്കേട് സംഭവിച്ചു എന്ന് കൃത്യമായി സർക്കാരിന് അറിയാം. അത് ധർമ്മേന്ദ്ര പ്രധാനെ കൊണ്ട് രാജിവെപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എവിടെയാണ്? ഇത് സർക്കാർ അംഗീകരിച്ചു കൊടുത്തതിന് തുല്യമായി മാറും. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. സർക്കാർ അംഗീകരിച്ചു, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട്, അത് അങ്ങനെ മുട്ടുമടക്കാൻ അവർക്ക് കഴിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങൾ തെറ്റുകാരാണ് എന്ന് ഞങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയില്ല. അതാണ് ഈ പറയുന്ന സർക്കാരിനെ കൊണ്ട് ഈ രീതിയിലേക്ക് നമ്മുടെ CJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയിലെ നേതാക്കന്മാരെ ഈ രീതിയിൽ പിടിച്ച് 12 മാസത്തോളം വിചാരണ വേണ്ട, അല്ലെ? അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള റൈറ്റുകളില്ലാതെ ഇവരെ പിടിച്ച് എന്താ? ദേശീയ സുരക്ഷാ നിയമം ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ BJPക്കാർ എത്ര ആൾക്കാരെ പിടിച്ചകത്തിടും? ഇതിനാണ് ഏകാധിപത്യം എന്ന് പറയുന്നത്, സ്വേച്ഛാധിപത്യ പ്രവണത എന്ന് പറയും, ഇതിനെ ഫാസിസം എന്ന് പറയും. ആ ഫാസിസമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാവുന്ന പോലെ ഇത്രയും MP അവിടെ പോയി സമരം ചെയ്തു. കേരളത്തിൽ നിന്നടക്കം മറ്റ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന്, കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നല്ല, പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട ആളുകൾ അവിടെ സമരം ചെയ്തു. അടിച്ചമർത്തുകയാണ്, ക്രൂരമായി അടിച്ചമർത്തുക. MP വരെ ഉപദ്രവം ഏൽക്കുന്നു പോലീസുകാരുടെ കയ്യിൽ നിന്ന്. എവിടെയാണ് ജനാധിപത്യം? എവിടെയാണ് ജനാധിപത്യം? ഈ നാട്ടിൽ ആർക്കും മിണ്ടാൻ കഴിയില്ലേ? ഇതിനു മുമ്പ് നമുക്കറിയാം നിരവധി ആൾക്കാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. കൽബുർഗി അടക്കമുള്ളവർക്ക് എന്താ സംഭവിച്ചത്? നമ്മുടെ രാജ്യത്ത് അവർക്ക് മിണ്ടാൻ കഴിയില്ല. ഗൗരി ലങ്കേഷ് അവരുടെ വീടിനുള്ളിൽ വെടിയേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഭരണകൂടത്തിനെതിരായി മിണ്ടാൻ അവർക്ക് കഴിയില്ല. ആ നിലയിലേക്ക് മാറ്റി. ഇവിടെ അവരുദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആ ഭരണകൂടത്തിനെതിരായി ആര് ശബ്ദിച്ചിരുന്നാലും
അവരുടെ നാവരിയുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ഈ സർക്കാർ, കേന്ദ്ര സർക്കാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ മകുടോദാഹരണമാണ് ഇതാ ഇപ്പം ചുമത്താൻ പോകുന്ന NSA. ഇതിനെ പ്രൊട്ടക്ട് അല്ലെങ്കിൽ ഇതിനെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് നിരവധി ആൾക്കാരാണ് രംഗത്തേക്ക് വരുന്നത്. എല്ലാ സംഘപരിവാർ അനുകൂലികളാണ് വരുന്നത്. അവർ പറയുന്നത് ഇത് ഭയങ്കര കാര്യമായി, പാറ്റകളെ എല്ലാവരെയും തൂത്തുവാരി കൂടക്കകത്ത് നിറയ്ക്കുമെന്നാ പറയുന്നത്. അതാണോ ശരിക്കുള്ള കാര്യം? ഈ പറയുന്നത് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്ന ഒരു പറ്റം ആളുകളുണ്ട്, സംഘികളായിട്ടുള്ള ഒരു പറ്റം ആളുകൾ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതായത് പാറ്റകൾ ചെയ്യുന്നത് തെറ്റാണ്, സർക്കാരാണ് ശരി. എന്തിന് കൃഷ്ണകുമാർ എന്ന് പറയുന്ന BJP-കാരന്റെ പിന്നെ മകൾ അഹാന കൃഷ്ണ, അവര് ഈ സമരത്തിനെ അനുകൂലിക്കുന്നുണ്ടല്ലോ. സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയുടെ മകൻ അതിനെ അനുകൂലിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് അവരതിനെ അനുകൂലിക്കുന്നു? രണ്ടുപേരും BJP-കാരാണ്. കൃഷ്ണകുമാർ മത്സരിച്ച ഒരാളല്ലേ സ്ഥാനാർത്ഥിയായിട്ട്, സുരേഷ് ഗോപി ഇപ്പൊ കേന്ദ്രമന്ത്രിയല്ലേ, എന്നിട്ടും അവരുടെ മക്കള് പോലും ഈ സമരത്തെ അനുകൂലിക്കുന്നു. അപ്പോഴെങ്കിലും മനസ്സിലാക്കിക്കൂടെ ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട്, ധർമ്മേന്ദ്ര പ്രധാന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട്, അപ്പം നടപടിയെടുക്കണം, പുള്ളിയെ പിടിച്ച് പുറത്താക്കണം. ഇനി പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നേ. അതല്ലേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ ചെയ്യേണ്ടത്. അതൊന്നും അല്ല ചെയ്യുന്നത്. സമരക്കാരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് എന്ത് നിഷ്ഠൂര മാർഗവും ഉപയോഗിക്കുന്ന ഒരു ലെവലിലേക്ക്, കിരാതമായ ഭരണ സംവിധാനത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന നിയമം നടപ്പിലാക്കുന്നതിലൂടെ സംഭവിക്കാൻ പോകുന്നത്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വരും തലമുറയിൽപ്പെട്ട അല്ലെ ഇനിയെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ കേരളക്കാർ പൊതുവെ പ്രബുദ്ധരാണ്, കേരളത്തിലുള്ള ആൾക്കാരൊക്കെ ബുദ്ധിപരമായി ചിന്തിക്കുന്നവരാണ്, മീഡിയ അറ്റൻഷൻ കൂടുതലുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം എന്നൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പറഞ്ഞ് അഭിമാനിക്കുന്നില്ലേ? പക്ഷെ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഈ സംഘപരിവാർ ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകൾ എല്ലാവരും ഈ സമരത്തിനെ അല്ലെങ്കിൽ CJP-യുടെ ഈ നീക്കത്തെ സംശയദൃഷ്ടിയോട് കൂടിയാണ് കാണുന്നത്. ഇതെല്ലാം ഏറ്റുപിടിക്കുകയാണ്, CJP-ക്ക് പുറത്തുനിന്ന് ഫണ്ട് വരുന്നുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ അവർ അടിയുറച്ച് നിൽക്കുന്നുണ്ടെന്നേ. ഇവിടെ പിന്നെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളെ ഞാൻ ആലോചിച്ച് നോക്കൂ. ആ ഗോപാലകൃഷ്ണൻ പറഞ്ഞെന്താ, ഇവിടെ പിന്നെ എവിടേക്ക് സമരത്തിന് അനുകൂലിക്കാൻ പോയ ഒരു ചലച്ചിത്ര അല്ലെങ്കിൽ ടെലിവിഷൻ താരത്തിന് പൈസയ്ക്ക് വേണ്ടിയിട്ടാ പോയെന്ന്. അവർക്ക് ഫണ്ട് വരുന്നുണ്ട്, ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ വിലക്കെടുക്കുന്നു. ഒന്നുമല്ല, എവിടെ ഒരാള് ഈ പറയുന്ന ഇവര് സമരം ചെയ്യുകയാണ്. ഈ സമരം ആർക്ക് വേണ്ടി ചെയ്യുന്ന സമരമാണ്? നമ്മുടെ നാട്ടിലെ ഈ ഗോപാലകൃഷ്ണന്റെ കൊച്ചുമക്കൾ അടക്കമുള്ള അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള നമ്മളുടെയൊക്കെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മളുടെയൊക്കെ കുട്ടികൾ വരും കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ഭീകരമായ അവസ്ഥയുടെ ബലിയാടുകളാകാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ പാവപ്പെട്ട കുട്ടികൾ അവിടെ കിടന്നുകൊണ്ട് പ്രശ്നങ്ങൾ സമരം ചെയ്യുന്നത്. അപ്പൊ അതിനെയൊക്കെ കണ്ടില്ല കേട്ടില്ല നമുക്ക് നടിക്കാൻ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് ആർക്കും സാധ്യമല്ല, ഒരു കേരളക്കാരൻ എന്നുള്ള നിലയ്ക്ക് ആർക്കും സാധ്യമല്ല. അതിനെയൊക്കെ പ്രതിഷേധിക്കുക തന്നെ വേണം, പ്രതികരിക്കുക തന്നെ വേണം. അല്ലാതെ അവരെയൊക്കെ ദേശീയ സുരക്ഷാ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് പിടിച്ചകത്തിടുക എന്ന് പറഞ്ഞാൽ എന്ത് വെള്ളരിക്കപ്പെട്ടണമാണോ നമ്മുടെ രാജ്യം? ജനാധിപത്യപരമായി സമരം ചെയ്യാനുള്ള അവകാശമില്ലേ? ജനാധിപത്യ ക്രമത്തിലുള്ളതാണെന്നേ പ്രതിഷേധിക്കാൻ അവരുടെ അവകാശം നേടിയെടുക്കാനല്ലേ അവർ സമരം ചെയ്യുന്നത്. അതെ, ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ സമരം ചെയ്യണ്ട, ഞങ്ങൾ ഇവിടെ കൈയും കെട്ടി നോക്കിയിരുന്നോളാം എന്ന് ബ്രിട്ടീഷുകാരോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ രാജ്യം ഇന്നും ബ്രിട്ടീഷിന്റെ ആധിപത്യത്തിൽ കഴിഞ്ഞേനേ. ഞങ്ങൾക്ക് സമരം ചെയ്യാനൊന്നും പറ്റൂല, കാര്യം സമരം എന്ന് പറഞ്ഞാൽ പിന്നെ ജനാധിപത്യ വിരുദ്ധതയാണ് എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സമരം ചെയ്ത് നിയമവിരുദ്ധമാണ് എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഉണ്ടാവില്ലായിരുന്നു. എങ്ങനെയാണ് ഉപ്പ് സത്യാഗ്രഹം ഉണ്ടാകുന്നത് ഇവർക്ക് അറിയാമല്ലോ. എന്തിനാണ് ഉപ്പ് സത്യാഗ്രഹം ഉണ്ടാകുന്നത്? മഹാത്മാഗാന്ധി ഉപ്പ് കുറുക്കി സമരം ചെയ്തത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇവിടെ അധിക ചുങ്കം ഏർപ്പെടുത്തിയത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉപ്പിന് ദണ്ഡിയാത്ര നടത്തിയതും ഉപ്പ് കുറുക്കി ഉണ്ടാക്കിയതും. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ് പിന്നെ മറന്നു പോകുന്നത്? നമ്മുടെ രാജ്യം സമര പോരാട്ടങ്ങളുടെയും സമരവീര്യത്തിന്റെയും ഒരു നാടാണ് നമ്മുടെ നാട്. 200 വർഷക്കാലം, ഏകദേശം 2 നൂറ്റാണ്ട് കാലം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിൽ നിന്ന് മോചനം നേടി നമുക്കൊരു സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത സമര പോരാട്ടങ്ങൾ ഒരു വലിയ കഥയുണ്ടെന്നേ. അതൊരു പക്ഷെ ഇവർക്ക് മനസ്സിലാവില്ല. കാരണം എന്താ, അന്ന് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരടിക്കുന്ന സമയത്തും അവിടെ ഇവരുടെ വീർ സവർക്കർ എന്ന് പറയുന്ന ഒരാളിനെ അറിയാമല്ലോ. ഈ വീർ സവർക്കർ ആൻഡമാൻ ജയിലിൽ കിടന്നുകൊണ്ട് 9 തവണ മാപ്പ് എഴുതി കൊടുത്തിട്ട് പുറത്തേക്ക് വന്ന ഒരാളാണ്. അപ്പം അവര് പിന്നെ ഈ പറയുന്ന അവരുടെ ഒരു അനിഷേധ്യ പുസ്തകമായ വിചാരധാരയ്ക്കകത്ത് പറയാം, നിങ്ങൾ അവിടെ ഇരിക്കരുത് എന്നുവെച്ചാൽ നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടല്ല, നിങ്ങൾ സമരം ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ കഴിവ് മുഴുവൻ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ ആരോഗ്യം ചെലവഴിക്കേണ്ടത് സമുദായത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, മതത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാ പറഞ്ഞാൽ നമ്മുടെ നാടിനെ പ്രൊട്ടക്ട് ചെയ്യാനല്ല. അപ്പൊ ഇവിടെ ഒരു സമരവീര്യമുണ്ട് നമ്മുടെ നാടിന്. ആ സമരവീര്യം നമ്മുടെ കുട്ടികൾ കാണിക്കും. നമ്മുടെ കാര്യം എന്താ, അവർക്ക് വേണ്ടത് അവകാശങ്ങളാണ്, പഠിക്കാനുള്ള അവകാശമാണ്, അവർക്ക് നല്ല ഭാവി കെട്ടിപ്പടുക്കാനുള്ള അവകാശമാണ് അവർ ചോദിക്കുന്നത്. അല്ലാതെ ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ കുട്ടികളെ നമ്മുടെ വിദ്യാഭ്യാസ നിയമങ്ങൾ കൊണ്ട്
നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അത് ഭരിക്കുന്ന ഈ പറയുന്ന മേലാഫീസർമാരുടെ കഴിവുകേട് കൊണ്ട് മരിച്ചു പോകാനുള്ളതല്ല, ജീവൻ പിടിയേണ്ടവരല്ല നമ്മുടെ കുട്ടികൾ. അവരെ വളർത്തിക്കൊണ്ട് വരുന്ന ഓരോരുത്തരും ശീലിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അതാണ്. ഈ പറയുന്ന ഇവരെ ന്യായീകരിച്ചുകൊണ്ട്, കേന്ദ്ര സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ട് കമന്റ് ചെയ്യുന്നവർക്കും ഓരോ പോസ്റ്റുകൾ എഴുതുന്നവരും ചിന്തിക്കേണ്ടതാണ്. ആർക്ക് വേണ്ടിയാണ് പാവപ്പെട്ട ഈ CJPക്കാർ സമരം ചെയ്യുന്നത്? ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ വീട്ടിലും ഉണ്ട് കുട്ടികൾ നാളെ വളർന്നു വരാൻ. പിന്നെ അവരുടെ വീട്ടിലും ഇല്ലേ കുട്ടികൾ നാളെ വളർന്നു വരുന്നത്? നാളെ നീറ്റ് പരീക്ഷ എഴുതേണ്ടവര്, നമ്മുടെ രാജ്യത്തിന്റെ ഓരോ മത്സര പരീക്ഷകളും എഴുതി വിജയിച്ച് അവരുടെ ഭാവി കെട്ടിപ്പടുക്കേണ്ട എത്രയോ കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടി കൂടിയാണ് അവർ ഈ സമരം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ദേശസുരക്ഷയാണ് അവർ പ്രശ്നം ഉണ്ടാക്കുന്നത്? പ്രധാനമന്ത്രി അവർ ആക്രമിച്ചിട്ടില്ല, അമിത്ഷായെ അവർ ആക്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ രാജ്യത്തിന്റെ പാർലമെന്റ് തകർക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കോടതി പോലും കേസ് എടുക്കുന്നില്ലെന്നേ. നമ്മുടെ പരമോന്നത നീതിപീഠം പോലും ഇവർക്കെതിരായി നടന്നിട്ടുള്ള ഇതിന് കേസെടുക്കാതെ വിസമ്മതിക്കുന്നു. ഇതൊന്നും പരിഗണിക്കപ്പെടേണ്ട വിഷയമല്ല എന്നാണോ കോടതി പോലും കരുതുന്നത്? ഈ രീതിയിലാണ് നമ്മുടെ നാട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് തെറ്റായ ഒരു പ്രവണതയാണ്. ഇവരെ ദേശീയ സുരക്ഷാ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരേണ്ടവരാണോ? ഇവരെന്ത് ഭീകരവാദികളാണോ? ഇവര് തീവ്രവാദികളാണോ ഈ രീതിയിലൊക്കെ ഇവരോട് പെരുമാറാൻ? അപ്പൊ സർക്കാരിനെതിരായി നിൽക്കുന്ന ഇവരൊരിക്കലും രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള പ്രവണതയ്ക്കോ രാജ്യസ്നേഹത്തിനോ ഇവരെതിരല്ല. രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥിതി ഇവർ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇവരാവശ്യപ്പെടുന്ന ഒറ്റയൊരു ആവശ്യം മാത്രമാണ്, നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് കൃത്യമായി നടക്കുക. ഈ നീറ്റ് പരീക്ഷയുമായി ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്യപ്പെട്ട കുട്ടികൾക്ക് നീതി ലഭിക്കുക, അവരുടെ കുടുംബത്തിന് നീതി ലഭിക്കുക, ആ മന്ത്രി രാജിവെക്കുക, കുറ്റക്കാരായവർ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടണം. ഇതാണ് അവർ ഉയർത്തുന്ന ആവശ്യം. ഇതെന്തുകൊണ്ട് ഒരു സർക്കാർ സാധിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളിടത്താണ് ആ സർക്കാരിന്റെ പരാജയമായി നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാരിന്റെ മാത്രമല്ല, ആ സർക്കാരിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥിതി തന്നെ അപ്പാടെ എടുത്ത് മാറ്റണമെന്നേ, മാറ്റി ഇവർക്ക് വേണ്ട നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാതെ അവർക്കെതിരെ ഈ കരിനിയമം പ്രയോഗിച്ചുകൊണ്ട് ഇത്തരം സമരക്കാരെ അടിച്ചമർത്താൽ ഇനിയും നിരവധി കരിനിയമങ്ങൾ വേണ്ടിവരും. ഈ പറയുന്ന ഓരോ വ്യക്തികളെയും പിന്തുണച്ചുകൊണ്ട് നിരവധി ആളുകൾ ഇനിയും തെരുവിലേക്ക് ഇറങ്ങുന്നേ. ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒന്നിന് നിലനിൽപ്പില്ലാതെയാവും. കാര്യം എന്താ? ഇവിടെ ജെൻസി പുതിയൊരു തലത്തിലേക്ക് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ പുതിയ തലത്തിലേക്ക് ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഇവിടെ പൊളിറ്റിക്സിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് വരും. രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന ഒന്നിന് തന്നെ സാധ്യതകൾ ഇല്ലാതെയാവും. കാര്യം ഇതൊന്നുമില്ലാതെ ഇത്രയും അധികം ആളുകൾക്ക് പിന്തുണയോടുകൂടി നിലനിൽക്കാമെങ്കിൽ എന്തുകൊണ്ട് രാഷ്ട്രീയം ഇല്ലാത്ത ഒന്നുണ്ടായിക്കൂടാ? അല്ലെ, അരവിന്ദ് കെജ്രിവാൾ അതിന് ഉദാഹരണമല്ലേ? അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇനി നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടത്. അല്ലെ, കരിനിയമം ഉപയോഗിച്ചുകൊണ്ട് ഇവരെ തളർത്തുകയല്ല വേണ്ടത്. അത് നമ്മൾ ഓരോരുത്തരും, ഇന്ത്യയിലെ ഓരോ പൗരന്മാരും ഇക്കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്.